സമയം ഒരുപാടായി. ആ വാസുവിനെ കാണുന്നില്ല. അങ്ങനെ രാവിളക്കുമ്പാടെങ്കി വരും. ആ വരുമായിരിക്കും. നമസ്തേ. ഒന്ന് രണ്ട് വാസ്തുവിന്റെ കാര്യം നോക്കാനായിട്ട് പോകാനുണ്ടായിരുന്നു. അത് താമസിച്ചു പോയി. നമ്മുടെ എല്ലാം റെഡിയായോ? എന്നാ പിന്നെ വിളക്ക് എത്തിച്ചോളൂ. എടോ, കുറ്റിയടിക്കാന് കറയുള്ള മരത്തിന്റെ കമ്പ് വെട്ടിക്കണ്ടോന്നാണ്. ശരി, ആയിക്കോട്ടെ. വസ്തുവിന്റെ കിടപ്പ് കണ്ടിട്ട് യാതൊരു കുഴപ്പവും തോന്നുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഒരു കുഴപ്പം തോന്നുന്നില്ല. കറയുള്ള മരത്തിന്റെ ഒരു കമ്പ് വെട്ടാൻ പറഞ്ഞു വിട്ടിട്ട് താൻ ഈ റബ്ബറും പിഴുത്തോണ്ടെന്ന് വന്നിരിക്കുന്നു. റബ്ബറും കറയുള്ള മരമില്ല കേട്ടോ. ഡാടാ, നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നെ പറഞ്ഞാൽ മതി. എന്തായാലും കൊണ്ടുവന്നതില്ലേ. എന്നാ പിന്നെ നമുക്ക് പ്രാർത്ഥനയോടെ അങ്ങ് തുടങ്ങാം. ശരിയാണ്. ഭഗവാനെ, ഈ വീടിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണമേ. ഈ വസ്തുവിന് എന്തോ വാസ്തുദോഷമുണ്ട്. ഇടി നീ ചേട്ടൻ ചായ ഉണ്ട് കിട്ടുന്നു. മോന്തയിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ടൊരു പരിഹാരമുണ്ട്. എടാ, എന്റെ കൈ കുരുങ്ങും ചെയ്യും. ചേട്ടാ ഒന്ന് സഹായിക്കട്ടെ. ഇങ്ങോട്ട് പിടിക്കാൻ കേട്ടോ. ചേട്ടാ, ഒരു പണിയുണ്ട്. അപ്പോഴത്തെ രാഘവൻ ചേട്ടനെ റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. നമുക്ക് അങ്ങനെ വിളിക്കാം. പുള്ളി വിചാരിച്ച് നിസ്സാരമായിട്ട് തീർക്കാം. എന്താ പറയുന്നത്? അത് മതി. ആ രാഘവൻ ചേട്ടാ, നമസ്കാരം. ചേട്ടാ, ഒരു അത്യാവശ്യമുണ്ട്. ഇങ്ങോട്ടൊന്ന് വരാമോ? ചെറിയൊരു പ്രശ്നമുണ്ട്. ചേട്ടൻ വന്നാൽ ചേട്ടൻ്റെ വലിയൊരു സഹായം ആവശ്യമുണ്ട്. ഇങ്ങോട്ട് വന്നാൽ വലിയ ഉപകാരമായിരുന്നു. ആ, ഞാനങ്ങ് എത്തിയേക്കാം. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ. കയ്യിലാണെന്ന് മൊത്തം തുടങ്ങിയത്. ഞാൻ വിചാരിച്ച് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതൊക്കെ നിസ്സാരം. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് ഊരിത്താ. വൈകിട്ട് പൂജയ്ക്ക് പോകേണ്ടതാ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാനല്ല റെഡിയാക്കുന്നത്. ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാളും വലിയത് കണ്ടവനാ ഈ രാഘവൻ. ഇതൊക്കെയാണ് വലിയ കാര്യം. നിസ്സാരം. ഇത്രയേ ഉള്ളു കാര്യം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇതുപോലൊക്കെ ഉള്ള ഒരു ആപത്തിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ കാണിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. കൈയിടുക. കൈയിടുമ്പോൾ നമ്മുടെ കത്ത് കാകപ്പെട്ടു. വലത്തോട്ട് തിരിക്കുക, ഊരുക. വലത്തോട്ട് തിരിക്കുക, ഊരുക. വലത്തോട്ട് തിരിക്കുക. എന്റെ പൊന്നു സഹോദരൻ പേര് ഇത് നൂരി തരാവോ? ഞാൻ അപ്പോഴേ പറഞ്ഞ വാസ്തുദോഷമാണ്. ഒരു വാസുദോഷം ഒന്നുമല്ല, അത് അങ്ങയുടെ കർമ്മദോഷമാണ്.